ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്ത് എത്ര സിം കാർഡ് വാങ്ങിയിട്ടുണ്ട്, ഇത് എങ്ങനെ അറിയാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുൻപായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി നമുക്ക് ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് ഈ കാണുന്ന സെർച്ച് ബാറിൽ സഞ്ചാർ സാധി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അടുത്തത് ഈ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സഞ്ചാർ സാധി വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഈ പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേയേറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നോ മൊബൈൽ കണക്ഷൻ ഇൻ യുവർ നെയിം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഇപ്പോൾ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ എന്നൊരു ബോക്സ് കാണാൻ സാധിക്കും. ഈ ബോക്സിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അടുത്ത ബോക്സിൽ ഒരു ക്യാപ്ച കാണാൻ സാധിക്കും. അത് താഴെ കാണുന്ന എൻ്റർ ക്യാപ്ച ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ക്യാപ്ച എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ റിസീവ് ആകും. ആ OTP നമ്പർ ഈ ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ കാണാൻ സാധിക്കും നമ്മുടെ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്ത് എത്ര സിം എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ ആധാർ യൂസ് ചെയ്ത് ഒരു സിമ്മാണ് എടുത്തിട്ടുള്ളത്. ആ നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലിസ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന റിപ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്യുന്നത് കാരണം ഈ നമ്പർ നിങ്ങളുടെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് ക്യാൻസൽ ആകുന്നതായിരിക്കും. ഓക്കെ, ഈ മെത്തേഡ് യൂസ് ചെയ്താണ് നിങ്ങളുടെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സിം കാർഡ് ലിസ്റ്റ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.